കൃഷ്ണമണി എന്ന് പറയുന്ന കണ്ണിന്റെ മുമ്പിലുള്ള പാട. ആ പാട ജീവിക്കുന്നത് തന്നെ വെളിയിൽ നിന്നുള്ള കാറ്റും കണ്ണിനകത്തുള്ള നനവും കൂടെയാണ്. ഈ രണ്ടെണ്ണമാണ് അതിന്. അല്ലാതെ തന്നെ രക്തഓട്ടമില്ല. രക്തഓട്ടം ഇല്ലാത്ത ഒരു ഓർഗനാണ് കൃഷ്ണമണി. അതുകൊണ്ടാണ് അതിന് സുതാര്യമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത്. ഇതെപ്പോൾ രക്തം കുഴൽ അവരിലേക്ക് പ്രവേശിക്കുന്നു അത് പാട മൂടി അത് കാഴ്ച നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് കാഴ്ച കിട്ടുവാനായിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് രക്തക്കുഴലുകൾ ഇല്ലാതെയാണ്. അപ്പോൾ ഇതിൻ്റെ കിട്ടുന്ന പോഷണം എന്ന് പറയുന്നത് കണ്ണുനീരും അല്ലെങ്കിൽ കണ്ണിൽ ഉൽപ്പാദിപ്പിക്കുന്ന നനവും പുറമേ നിന്നുള്ള വായുവുമാണ്. അപ്പോൾ ഈ വായുവിൻ്റെ പ്രവാഹം കൂടുതലാവുകയും കണ്ണുനീര് അല്ലെങ്കിൽ കണ്ണിൽ നിന്നുള്ള നനവ് കുറയുകയും ചെയ്യുമ്പോഴാണ് ഈ ഡ്രൈനസ് അനുഭവപ്പെടുന്നത്. ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് കണ്ണടയ്ക്കേണ്ട ഒരു 15 തവണ, ഒരു മിനിറ്റിൽ 15 തവണ എന്ന് പറയുന്ന ഏകദേശ കണക്കിലാണ് നമ്മുടെ കണ്ണുകൾ അടയ്ക്കേണ്ടത്. അത് അടയ്ക്കാതെ നമ്മൾ സ്റ്റെയർ ചെയ്ത് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുക, ഒരു ശ്രദ്ധയോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ കണ്ണടയ്ക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ കണ്ണ് തുറച്ച് നമ്മൾ വർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഡ്രൈനസ് വരുന്നത്. അപ്പം ആ ഒരു കാരണം നമ്മൾ പലപ്പോഴും ബോധപൂർവം ഓർത്ത് അത് തരണം ചെയ്യാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ ദിവസവും ത്രിഫല കഷായമാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ട് ഇതുപോലത്തെ കാര്യങ്ങളിൽ പറയുന്നത്. അല്ലെങ്കിൽ അതൊന്നും കിട്ടിയില്ലെങ്കിൽ കുറച്ച് കൊത്തമല്ലി വെള്ളം, കൊത്തമല്ലി ധാന്യ എന്ന് പറയും ഹിന്ദിയിൽ, കൊറിയാൻഡർ ഇംഗ്ലീഷിൽ പറയുന്നത്, അതിൻ്റെ കൊത്തമല്ലി സീഡ് ഒരു പിടിയെടുത്ത് ലേശം വെള്ളം തിളപ്പിച്ച് അത് അരിച്ചെടുത്തിട്ട് തണുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കണ്ണ് ദിവസം കഴിയുന്നത് വളരെ നല്ലൊരു ഇതാണ്. അതുപോലെ തന്നെ കണ്ണിലേക്ക് ധാരാളം ആയുർവേദിക് ആയിട്ടുള്ള ഔഷധങ്ങൾ, ഡെയിലി ഉപയോഗത്തിലുള്ള ഔഷധങ്ങൾ, സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ ഉപയോഗിക്കാവുന്ന, pH ഒക്കെ മാറാതെ തന്നെ ഉപയോഗിക്കാവുന്ന ധാരാളം ഔഷധങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുതിർന്ന തലമുറയിലെ ആൾക്കാർ പറയും ഇളനീർ കുഴമ്പ്, കർപ്പൂരാതി കുഴമ്പ്, കാജയാവനം കുഴമ്പ്, അല്ലെങ്കിൽ ചന്ദനാതി വർത്തി, അങ്ങനെയുള്ള ഡ്രോപ്സുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പ്യൂട്ടറിലിരിക്കുന്ന പ്രൊഫഷണൽസ് ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ധാരാളമായിട്ട് കണ്ണുകൾ അടച്ചടച്ച് കൊടുക്കണം. ഇടയ്ക്കിടെ കണ്ണ് ചിമ്മുക എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം 20-30 മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് കണ്ണ് അടച്ചു വയ്ക്കുക. കൈയിൻ്റെ ചൂട്, പാമിംഗ് എന്ന് പറയും, അത് കണ്ണിൻ്റെ പുറത്ത് വെച്ച് ആ മസിൽസിന് റിലാക്സേഷൻ കൊടുക്കുക. 20 അടി ദൂരത്തേക്ക് നോക്കുക. അതായത് ഈ അടുത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണിനെ അഡാപ്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ നമ്മൾ ദൂരേക്കും കൂടെ നോക്കണം. അപ്പോഴാണ് കണ്ണുകൾ അതേപോലെ ഫിക്സ് ആവാതെ ഫ്ലെക്സിബിൾ ആയിട്ട് മാറും. ഈ ഒരു 20-20-20 എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൂടി നമ്മൾ ഈ പ്രൊഫഷണൽസ് സ്വീകരിക്കുന്നത് ഈ ഡ്രൈനസ് അതുപോലെ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാകാനായിട്ട് വളരെയധികം സഹായിക്കും.